എന്താടി ലോട്ടറി അടിച്ച സന്തോഷമാണല്ലോ നിന്റെ മുഖത്ത്. നിന്റെ ആദ്യയുടെ സ്നേഹം ദുർഗാമ്മ അംഗീകരിച്ചോ? ഒന്ന് പോടി. നീ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ. ഞാനേ വരുന്ന വഴിക്ക് ദേവമംഗലത്തൊരു പടക്കം എറിഞ്ഞിട്ടാ വരുന്നത്. പടക്കോ? ആദ്യം നിന്നെ കല്യാണം കഴിക്കുമെന്നുള്ളതേ നിന്റെ സ്വപ്നം മാത്ര. സംശയമുണ്ടോ? ആ ഉണ്ട്. എങ്കിലേ ആദ്യയുടെ മുറി ഒന്ന് പരിശോധിച്ചു നോക്ക്. അവൻ തുളസിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നതിന്റെ തെളിവുകൾ അവിടെ കാണാം. എന്ത് തെളിവുകള്? നിങ്ങൾ ആദ്യം കൊച്ചമ്മയും കൂട്ടി അവന്റെ മുറി പോയി പരിശോധിക്കുക. അപ്പോഴറിയാം എന്റേതായിട്ട് എന്തൊക്കെ ആദ്യം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. അയ്യോ, എടി അങ്ങനെ എന്തെങ്കിലും മുറിന്ന് കണ്ടുകിട്ടിയാല് ദുർഗാമ്മ ആദ്യയുടെ കഥ കഴിക്കുമല്ലോ. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കണ്ടെത്താൻ പറ്റൂ. ഞാൻ ചുമ്മാ ഒരു പടക്കം എറിഞ്ഞതല്ലേ. ആ സുലു അതെടുത്ത് പൊട്ടിക്കും. അതില് ദുർഗാമ്മ കുറച്ചു നേരം നിന്ന് കത്തും. ഒടുവിലൊന്നും ഇല്ലെന്നറിയുമ്പോ അതിന്റെ പഴി ഫുൾ സുലുവിന്റെ തലയിൽ വരികയും ചെയ്യും. പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചെയ്താ ദുർഗാമ്മയ്ക്ക് നിന്നോടുള്ള പക കൂടില്ലേ തുളസി? നിന്റെ ആദ്യയുടെയും ബന്ധത്തെ അത് ദോഷമായിട്ട് ബാധിക്കില്ലേ? ഞാൻ ഇതൊന്നും ചെയ്യാതെ അവരോട് സ്നേഹത്തോടെ നിന്നാ ഞങ്ങളുടെ ബന്ധത്തെ ദുർഗാമ്മ അംഗീകരിക്കുന്നാണോ നീ വിചാരിക്കുന്നത്? പിന്നെ എന്റെ മോളെ, അത് ഈ തുളസിയെ നിഗ്രഹിക്കാൻ അവതാരം എടുത്ത ദുർഗയാ. എന്നെ കൊണ്ടേ അവര് പോവൂ. അപ്പൊ പിന്നെ പോണ പോക്കിൽ എനിക്കിടാൻ പറ്റുന്നൊരു കാണിക്ക ഞാൻ ഇട്ടിട്ട് പോകുന്നു മാത്രം. എല്ലാ പ്രണയവും ഇങ്ങനെയൊക്കെ തന്നെയാ. ആദ്യം കുറെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് നേരെ ആവുകയും ചെയ്യും. പക്ഷേ ഇതൊരു പ്രതികാര പ്രണയമായിരിക്കും എന്റെ മോളെ. നീ കേർ. ചതിച്ചോ ദൈവമേ, അതിൽ തുളസിയുടെ ബ്ലഡ് പുറന്റെ ഷർട്ടുണ്ടല്ലോ. അമ്മ എന്താ അമ്മ ഇത്? എന്തിനാ ഇതൊക്കെ വലിച്ചുവരിട്ടിരിക്കുന്നേ? എന്റെ ഷർട്ടൊക്കെ അമ്മ എന്ത് ചെയ്യാൻ പോവാ? അത് ഞാനൊന്നും ചെയ്യല്ല. അച്ഛന്റെ ഒരു പുതിയ ഷർട്ട് കാണാനില്ല. അയൺ ചെയ്ത് വെക്കുന്ന കൂട്ടത്തിലെ ഇതിന്റെ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോന്ന് ഞാൻ നോക്കിയതാ. അതിന് ബാക്കിയുള്ള സാധനങ്ങൾ എന്തിനാ വലിച്ചുവരിട്ടത്? എന്താ സുലാന്റി കാണിച്ചു വെച്ചിരിക്കുന്നത്? അത് പിന്നെ ആദ്യമോന്റെ റൂം മൊത്തത്തിലൊന്ന് മാറ്റി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ മുറി ആന്റി ആണോ സെറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചതല്ലേ. നീ അവളോട് ദേഷ്യപ്പെടണ്ട. ഞാൻ പറഞ്ഞിട്ടാ സുലു ഇതൊക്കെ ചെയ്തത്. എനിക്ക് നിന്റെ മുറിയിൽ കയറി ഒന്നും ചെയ്യാൻ പാടില്ലെന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അമ്മേ. അമ്മയ്ക്ക് ഈ മുറിയിൽ അറേഞ്ച്മെന്റ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞ ഞാൻ മാറ്റി ചെയ്യില്ലേ? എടാ, ഞാൻ അച്ഛന്റെ ഷർട്ട് നോക്കാനാ വന്നത്. അതിനിടയില് സുലുവാ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്. ഞാൻ എല്ലാം പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചോളാം ആദ്യമോനെ. അയ്യോ, ചെയ്തത് തന്നെ ധാരാളം. ബാക്കി എനിക്ക് വിട്ടേക്ക്, ഞാൻ ചെയ്തോളാം. ഇതിലില്ലെങ്കിൽ പിന്നെ പ്രസാദേട്ടന്റെ പുതിയ ഷർട്ട് എവിടെ പോയി കാണുമെന്നാ? നമുക്ക് ഇതിനിടയിൽ ഒന്നുകൂടെ നോക്കിയാലോ? എന്റെ അമ്മ, ഇത് മുഴുവൻ എന്റെ ഷർട്ടാ. ഞാൻ ഇന്നലെ ഏതെല്ലാം അടുക്കി വെച്ച്. ഇതിലൊന്നും അച്ഛന്റെ ഷർട്ട് ഞാൻ കണ്ടില്ല. എന്നാ ശരി, ഇത് നീ തന്നെ എടുത്തു വെച്ചോ. നമുക്ക് താഴത്തെ മുറിയിൽ ഒന്നുകൂടെ നോക്കാം. അവിടെ കാണും. വാ. ഇതേ വാക്കുകളല്ലെങ്കിലും ഏതാണ്ട് ഇതേ അർത്ഥം വരുന്ന തരത്തിൽ തന്നെയല്ലേ ദുർഗേച്ചി അവള് സംസാരിച്ചത്. അതും പോരാഞ്ഞിട്ട് അവള് നമ്മളെ കൊണ്ട് ആദ്യയുടെ മുറിയും പരിശോധിപ്പിച്ചു. നിന്നോടാ നിർത്താൻ പറഞ്ഞത്. കെട്ടഴിച്ച പിന്നെ ചൊരിയുന്നതിന് ഒരളവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ മകൾക്ക് ഭ്രാന്ത. ഭ്രാന്തികൾക്ക് എന്താ പറയേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഒന്നും ഒരു ബോധവും കാണില്ല. അവളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അമ്മയായ നിനക്കാ. അവൾ എന്റെ മകളല്ല, നിങ്ങളുടെ മകളാ. നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത എനിക്ക് നിങ്ങളുടെ മകളെ നിയന്ത്രിക്കാൻ പറ്റുമോ ദുർഗേച്ചി? ഇല്ല, അവളെ നിങ്ങൾക്കും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ദൈവം അങ്ങനെയാ തുളസിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവളുടെ കുട്ടികളിയായിട്ട് കണ്ടൂടെ ദുർഗേച്ചി? ഇതിനൊക്കെ തല്ലാൻ പോയാലോ? പിന്നെ ഇതിന്റെ പേര് കുട്ടിക്കളിയെന്നല്ല, കുട്ടിപ്പിശാചിന്റെ തെമ്മാടിത്തരം ഒന്നാ.
എന്റെ മകനെ കരുവാക്കി ഇവള് പല കളികളും ഒപ്പിക്കുന്നുണ്ട്. അതിലൊന്നു മാത്രമാ നീ ഇപ്പൊ കണ്ടത്. ഞാൻ ആരാ ഇവളുടെ? എന്റെ വയസ്സെത്രയാ, ഇവളുടെ വയസ്സെത്രയാ? എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാ മതിയെന്ന് നീ തന്നെയാണോ ഇവളോട് പറഞ്ഞു കൊടുത്തത്? അയ്യോ ദുർഗേച്ചി, എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. എന്നോട് ഏറ്റുമുട്ടാൻ വരാതെ നിന്റെ മോളെ നീ പറഞ്ഞു നിർത്തണം. ഇല്ലെങ്കിൽ നിന്റെ മുമ്പിലിട്ട് ഞാൻ ഇവളുടെ ചെകിടടിച്ച് പൊട്ടിക്കും. ഇല്ല ദുർഗേച്ചി, ഇനി ഇവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. തുളസിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ദയവായി ഇത്തവണത്തേക്ക് ദുർഗേച്ചി ക്ഷമിക്കും. അമ്മ എന്താ ഇത്? അമ്മ എന്തിനാ ഇവരുടെ കാല് പിടിക്കാൻ പോകുന്നേ? നിങ്ങക്ക് എന്താ വേണ്ടത്? എന്നെ തല്ലണോ? തല്ലണോ നിങ്ങക്ക്? എന്നാ തല്ലേ. തുളസി ഒന്ന് വെറുതെ ഇരുന്നേ. തല്ലി അവരുടെ മനസ്സ് തണുക്കാണെങ്കിൽ തല്ലട്ടെ. സത്യത്തിൽ എന്നെ ഉപദ്രവിക്കുന്നത് ഇവരാ. ഏതൊക്കെ രീതിയിലാണ് ഇവരെന്നെ തറപറ്റിക്കാൻ നോക്കുന്നത്? അതിനെല്ലാം ഞാൻ അതിജീവിച്ചപ്പോ നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ? അടിക്കാൻ വന്നിരിക്കുന്നു. അടിക്ക. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊടേ. തുളസിയാ പറയുന്നേ, തൊടേ. അടിക്കാൻ. നീ ഒന്ന് നിർത്ത തുളസി. ഞാൻ എന്തിനു നിർത്തണം? എന്നോട് കളിക്കാൻ വന്നാലേ ഞാനും കളിക്കും. ഇവര് തോറ്റുപോയതിന്റെ ചുരുക്കം തീർക്കാൻ വന്നിരിക്കുക. ആദ്യം സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുക. സ്വന്തം ഭർത്താവിന് വിശ്വാസമില്ല, മകനെയും വിശ്വാസമില്ല. എന്തിന്? അവനവനെ പോലും വിശ്വാസമില്ല. ഈ സ്വഭാവം നിങ്ങളുടെ നാശത്തിനാ. നീ നടക്കുന്നുണ്ടോ തുളസി? ഞാൻ എന്തിനടങ്ങണം? എന്നെ നിയന്ത്രിക്കണമെന്ന് അമ്മയെ താക്കീത് ചെയ്യാൻ വന്നവരല്ലേ? ഇവരോട് ആദ്യം ഇറങ്ങി പോവാൻ പറ. പകവെച്ച് നടക്കുന്ന പാമ്പിനെ വെച്ചോണ്ടിരുന്നല്ലേ ആപത്താ. അതിന്റെ പത്തി അടിച്ചു താഴ്ത്തി വിഷപ്പല്ലിളക്കി മാറ്റണം. മതിയോ? അത്ര അറിഞ്ഞാ മതിയോ നിനക്ക്? അവൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണോ ഇല്ലല്ലോടാ പെണ്ണുങ്ങളെ സംസാരിക്കുന്നത് കേട്ട് അതിന്റെ ഇടയിൽ കയറി വന്ന് വിവരം തിരക്കാൻ? നീ ഒരാണല്ലേ? എന്റെ ചേച്ചി, ആദ്യമോൻ എന്തിനാ ചേച്ചി വഴക്ക് പറയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള കടമ മകനില്ലേ? ദുർഗേച്ചിക്കാകെ ആദ്യമോ മാത്രമല്ലേ ഉള്ളൂ. അമ്മയുടെ മനസ്സ് വിഷമിക്കുന്നത് ആദ്യമോന് സഹിക്കില്ലെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? അമ്മയുടെ ശത്രു ആദ്യമോന്റെ ശത്രുവാ. അമ്മയ്ക്കൊരു അപമാനം ഉണ്ടാകുന്നത് ആദ്യമോൻ ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് ദുർഗേച്ചി അവള് വെല്ലുവിളിച്ച കാര്യം ആദ്യമോൻ അറിയണം. എന്താ ഉണ്ടായെന്ന് ആദ്യമോനോട് പറ ദുർഗേച്ചി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. മോനെ ആദി, ഞങ്ങൾ ഇന്ന് തുളസിയുടെ വീട്ടിൽ പോയപ്പോഴേ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാൻ പോകുന്നത് നേരെ മറിച്ച. നിങ്ങൾ ഞങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തി സദ്യ ഊട്ടും. മോൻ പറ, അത്രയ്ക്ക് അഹങ്കാരം തുളസി ദുർഗമ്മയോട് കാണിക്കാൻ പാടുണ്ടോ? അവളുടെ അഹങ്കാരത്തിന്റെ പത്തി അടിച്ച് താഴ്ത്തണം. മോനെ നീ പറ, എന്താ വേണ്ടേ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറ ആദ്യമോനെ. അനുഭവസ്ഥ അമ്മയല്ലേ, അമ്മ തന്നെ തീരുമാനിക്കട്ടെ. അതിൽ ഞാനെന്ത് പറയാനാ? കണ്ടില്ലേടി, ഒന്നും പറയാതെ തടിയൂരി പോയത് കണ്ടില്ലേ? ഇതുപോലെ തന്നെ അവന്റെ അച്ഛനും. പെങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ പിടി തരാതെ വരാലിനെ പോലെ തെന്നി മാറിക്കളയും. അപ്പൊ പ്രസാദ് സാറിന്റെ ആദിത്യന്റെ സഹായത്തോടെ തുളസി അവളുടെ വെല്ലുവിളി നടപ്പാക്കുമെന്നാണോ ദുർഗേച്ചി കരുതുന്നത്? ആദ്യ ചിലപ്പോ അതിൽ വീഴില്ല, അവൻ എന്നെ പേടിയുണ്ടാവും. പക്ഷേ പ്രസാദേട്ടനെ മുന്നിൽ നിർത്തി അവള് കളിക്കാനിടയുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം എന്നൊക്കെ പറഞ്ഞ് അമ്മാവനെ സദ്യക്ക് ക്ഷണിച്ചാ കൂടെ ഞാനും പോവെന്ന് അവള് കരുതുന്നുണ്ടാവും. അതിന് തടയിടണം. അതാണ് അവരുടെ സംസ്കാരം. പക്ഷേ ഞാൻ അവരെ വെല്ലുവിളിച്ചത് സദ്യ കഴിക്കാൻ വരുത്തുന്ന. അവരെന്നെ വെല്ലുവിളിച്ചതോ പച്ചവെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥയിൽ വരുത്തുന്നല്ലേ. ഈ തുളസി സദ്യ കഴിപ്പിക്കും പറഞ്ഞാ അവരെ കൊണ്ട് കഴിപ്പിച്ചിരിക്കും. പക്ഷേ തുളസിയുടെ വെള്ളം കൂടി മുട്ടിക്കാൻ ദുർഗാമ്മ ഒന്നുകൂടി ജനിക്കണം. ഏയ്, പ്രായത്തിന് മൂത്തവരെ കുറിച്ച് ഇങ്ങനൊന്നും പറയാതെ മോളെ.
ദുർഗേച്ചി അവരുടെ ദേഷ്യത്തിന് വായി തോന്നുന്നത് വിളിച്ച് പറയുന്നു എന്ന് കരുതിയാ മതി. നീ അതിനൊന്നും മറുപടി പറയാൻ പോണ്ട. ഞാൻ അതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. അവര് സദ്യ കഴിക്കാൻ ക്ഷണിച്ചു വരുത്തുന്നത് ഒരു തെറ്റാണോ? അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണോ അത്? ഈ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ പോലും ഇനി ദുർഗേച്ചി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളോട്. ഇവളോടുള്ള വാശിക്കേ ഇനി ദുർഗേച്ചി ഇവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. പിന്നല്ലേ സദ്യ. അതൊക്കെ അമ്മയുടെ അച്ഛന്റെയും വെറും തോന്നല. നിങ്ങൾ കൂടെ നിന്നാ ദുർഗമ്മയെ ഞാൻ നാളെ വേണമെങ്കിലും വരുത്തും. കാണണോ? നാളെ ഏതെങ്കിലും ഒരു കോന്തനുമായിട്ട് തുളസിയുടെ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങാന്ന് പറഞ്ഞാൽ മതി. ദുർഗാമ്മ ഓടി വന്ന് എന്നെ ആശീർവദിച്ച് സദ്യ ഉണ്ടിട്ട് പോവും. അത് നീ പറഞ്ഞത് സത്യമാ. നിന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാല് അവര് ബാക്കി എല്ലാം മറന്ന് ഓടി വരും. നിങ്ങൾ ഇവളുടെ പോഴത്തരത്തിന് കൂട്ടു നിൽക്ക. കല്യാണം മോൾക്ക് ഒന്നേ ഉണ്ടാവൂ. അതിങ്ങനെ ആളെ പറ്റിക്കുന്ന ചടങ്ങാവരുത്. അതിന് ഞാൻ സമ്മതിക്കുവോ പ്രിയ? ഇവളൊരു തമാശ പറഞ്ഞപ്പോ ഞാനത് ആസ്വദിച്ചു എന്നല്ലാതെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ കല്യാണവും കാതുകൂത്തും ഒന്നും വേണ്ട. അല്ലാതെ തന്നെ ദുർഗാമ്മ ഇവിടെ വരുത്താനുള്ള ബുദ്ധിയൊക്കെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചാ ഈ തലയിൽ ഉദിച്ചു വന്നോളൂ. ദേ, അച്ഛനും അമ്മയും ബെറ്റിനുണ്ടോ? വെറും 10 ദിവസത്തിനകം ദുർഗാമ്മ ഇവിടെ ക്ഷണിച്ചു വരുത്തി ഞാൻ സദ്യ കഴിപ്പിച്ചിരിക്കും. നിനക്കതിന് സാധിച്ചില്ലെങ്കിൽ കൃഷ്ണ തുളസി എന്ന എന്റെ പേര് അമ്മ ഇവിടുത്തെ പൂച്ചക്കുട്ടി കിട്ടും. ഓ, ഇതൊരു വലിയ ഒത്തുകളിയായി പോയിട്ടോ. എന്ത്? അതെ, പണ്ടത്തെ കഥകളിലൊക്കെ ചൂതുകളിയിൽ ഭാര്യ ഭർത്താവിനെ സഹായിച്ചിട്ടുള്ളത്. ആഹാ, അത് ഭർത്താവ് ശത്രുക്കളുമായിട്ട് ചൂതുകളിയിൽ തോൽക്കാൻ പോയപ്പോഴാ കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് ഉന്തും താളയുന്തെന്ന് പറഞ്ഞ് ഭാര്യ താരാട്ട് പാടിയത്. അപ്പോ പണ്ട് പഠിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? അച്ഛൻ പിന്നെ എന്താ അമ്മയെ പറ്റി വിചാരിച്ചത്? ഹൗസ് വൈഫ് ആയതോടെ അമ്മയുടെ നോളജ് ഒക്കെ ഇല്ലാതായി പോയെന്നോ? നീ അങ്ങനെ ചോദിക്കുമോനെ? നിന്റെ അച്ഛൻ വലിയ ACP ആണെന്ന ജാടയാ. പക്ഷെ ചെസ് കളിച്ച് ജയിക്കാനേ പോലീസിന്റെ മസിൽ പവർ പോരല്ലോ. അലയിൽ എന്തെങ്കിലും വേണ്ടേ? നീ അമ്മയുടെ ഒപ്പം ചേർന്ന് അച്ഛനെ വെട്ടാൻ നോക്കുന്നടാ നിന്നെ. അവരെന്താ പറഞ്ഞേ? അച്ഛനോട് പറയാനുള്ളത് അവരെന്നോട് പറയോ? അച്ഛൻ വന്നാ വിളിക്കാൻ പറഞ്ഞു. അത് അവരുടെ വീടിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കാനാ. പിന്നെ അതൊരു തലവേദന പിടിച്ച കേസാ. അച്ഛനെ അതെങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കണം. അമ്മയുടെയും ദുർഗമ്മയുടെയും പ്രസവ സമയത്ത് ഇന്ദു ഡോക്ടർ ഒരുപാട് സഹായം ചെയ്തല്ലേ. നിങ്ങളൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എന്റെ എത്തിക്സ് വിട്ടും ഞാനും ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോ ദുർഗയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്നതൊരു ത്യാഗമായി കണ്ട് ഞാൻ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാം. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ആദ്യത്തിനും അവരോട് കടപ്പാട് വേണം അല്ലേ അച്ഛാ? പിന്നെന്താ, ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ അമ്മ വയറ്റാട്ടി തള്ളയാണെന്ന് പണ്ടുള്ളവർ പറയും. കുഞ്ഞിനെ ആദ്യം എടുക്കുന്നത് അവരാ, പിന്നെയാ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്നത്. പിൽക്കാലത്ത് അത് ഡോക്ടർമാരുടെ കടമയായി എന്ന് മാത്രം. ഡോക്ടർമാർ അതിന് ഫീസ് വാങ്ങിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഈ കടപ്പാടെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അത് മനസ്സിലാവണെങ്കിലേ ഈ ഒരു അമ്മയാവണം. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അതിന്റെ കഷ്ടപ്പാടും അറിയണം. ഇപ്പൊ നിനക്കൊക്കെ പൊട്ടിപ്പൊളിച്ചതാണെന്നുള്ള ഭാവമല്ലേ? വെയിറ്റ് നോ പറയുമ്പോ പ്രസവെടുത്ത് ഡോക്ടറോട് താനെ കടപ്പാടുണ്ടാവും. ഡോക്ടറെ വേഗം തിരിച്ചു വിളിക്കണമെന്ന് മോള് പറഞ്ഞു. അവൾക്കല്പം കുറുമ്പും കുസൃതിയും കൂടുതലാ. ഡോക്ടറോട് പലതും ചോദിക്കുകയോ പറയോ? തുളസി ചില കാര്യങ്ങൾ എന്റെ അടുത്തുനിന്ന് അറിയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. പഴയ കാര്യങ്ങൾ അവളെന്തെങ്കിലും മണത്തറിഞ്ഞിട്ടുണ്ടാവോ? ഇല്ല, അങ്ങനെ അറിയാൻ ഒരു സാധ്യതയില്ല ഡോക്ടർ. തുളസി അങ്ങനെയാ, ചിലതൊക്കെ ഊഹിച്ചെടുക്കും, എന്നിട്ട് അത് ചിക്കിച്ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. ഡോക്ടർ അവളോടൊന്നും പറഞ്ഞില്ലല്ലോ.
ഏയ്, ഞാനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും അവള് സംശയങ്ങളുമായി എന്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ജയനും പ്രിയയും സംസാരിക്കുന്നതോ മറ്റോ തുളസി ഒളിഞ്ഞു നിന്ന് കേട്ട് കാണുമെന്നാ. അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, തുളസി ഒരു നിസ്സാര കാര്യം പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കും. എന്തായാലും അന്ന് കുഞ്ഞുങ്ങളെ മാറ്റിയതിനെ കുറിച്ച് അവൾക്കൊരു സൂചന പോലും ലഭിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പാ. വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ഞങ്ങളെ തേടി വന്നതിൽ അവൾ സങ്കല്പിച്ചുണ്ടാക്കിയ ചില കാര്യങ്ങളിലുള്ള അന്വേഷണം മാത്രമായത്. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ജയനുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഞാൻ ആ രീതിയിൽ തുളസിയുടെ സംശയം തീർത്തു കൊടുത്തോളാം. ഞാനായിട്ട് എന്തായാലും അവളോട് പഴയ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പോകുന്നില്ല. അതുപോരെ? മതി ഡോക്ടർ, മതി. പിന്നെ ഡോക്ടറുടെ വീടിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അവിടുത്തെ ഒരു ലോക്കൽ നേതാവിന്റെ പിൻബലത്തിലാണ് അയാൾ വീട് ഒഴിയാത്തത്. ആ അതെ, ആ നേതാവ് തന്നെയാ പ്രശ്നം. പണ്ട് ഞങ്ങളുടെ ഫാർമസിയിൽ ജോലി ചെയ്തിരുന്നവനാ. അന്ന് അവിടെ ചില സാമ്പത്തിക തിരിമറികൾ നടത്തിയതിന്റെ പേരിൽ പിരിച്ചുവിട്ടു. അതിന്റെ ദേഷ്യം ഇപ്പൊ തീർക്കുന്നത്. ഡോക്ടർ വിഷമിക്കണ്ട. ചെറിയ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് നമുക്ക് ആ വീട് ഒഴിപ്പിച്ചെടുക്കാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 1-2 മാസത്തെ സമയം വേണ്ടി വരുമെന്ന് മാത്രം. ഓ, അത് കുഴപ്പമില്ല. ജയന അങ്ങനെ ഒരു ഉറപ്പ് തന്നാ ഞാൻ വെയിറ്റ് ചെയ്തോളാം. അവർക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരവും കൊടുക്കാം. എന്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടിയാ മതി. അത് ഞാൻ ഏറ്റു ഡോക്ടർ. അധികം താമസിയാതെ തന്നെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഡോക്ടറെ ഞാൻ വിളിച്ചോളാം. താങ്ക് യു ജയ. അമ്മ ഓരോന്ന് പറഞ്ഞ് തിരിക്കുന്നത് അവരുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് വേണ്ടെന്ന് വെച്ചൂടാ. ആരാ വേണ്ടെന്ന് വെക്കാത്തത്? നിന്റെ അമ്മ തന്നെയല്ലേ. പലപ്പോഴും എന്റെ അച്ഛന്റെ സഹോദരിയാണെന്ന് പോലും നോക്കാതെ ഞാൻ അവരെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അമ്മയ്ക്ക് എന്ത് നേട്ടം അവരെ കൊണ്ട് കിട്ടുന്നത്? കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുക എന്നല്ലാതെ. അവരെന്നെ വീട്ടിൽ കയറ്റരുതെന്ന് ഞാൻ അമ്മയോട് പറയും. എന്റെ പൊന്നു മകനെ, തൽക്കാലം നീ ഇപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പോകണ്ട. ഇപ്പൊ നിന്റെ അമ്മ ഇതുവരെ ഇല്ലാത്ത അടുപ്പും സ്നേഹമൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഈ അപ്പച്ചിയുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അപ്പ പ്രതികരിക്കാം. ഓക്കെ? ഇതൊക്കെ നടക്കൂ? നടക്കും. ഞാൻ എന്റെ ജീവൻ വരെ പണയപ്പെടുത്താൻ നോക്കി എന്റെ മകനെ കുറച്ചെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ. പക്ഷേ അതിലും എനിക്ക് വിശ്വാസമില്ല. എന്റെ മകൻ മറക്കാൻ ശ്രമിച്ചാലും അവൾ ആദിക്ക് അവകാശം പറഞ്ഞ് ഇവിടെ കയറി വരുമെന്നുള്ള അവസ്ഥയാ. ഞാൻ എന്ത് ചെയ്യണോന്ന് അപ്പച്ചി ഒന്ന് പറ. ഞാൻ പലതവണ പറഞ്ഞതല്ലേ ദുർഗേ, തുളസിയെ ഒഴിവാക്കണം. വേരൊറ്റം പോലും ബാക്കി വയ്ക്കാതെ മുറിച്ചു മാറ്റണം. അത് മാത്രമേ വഴിയുള്ളൂ. അവള് നിന്റെ കൈകൊണ്ട് മരിച്ചാൽ നിന്റെ മകനും ഭർത്താവും നിന്നെ പുഴുത്ത പട്ടിയെ പോലെ ശപിച്ചിറക്കി വിടും. എന്റെ മകളുടെ സ്വപ്നം തകർത്ത നീ ആരോരുമില്ലാതെ അലഞ്ഞു തിരിയുന്നത് എനിക്ക് കാണണം. അതീ മംഗളം നിന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. ബുധദശയിൽ ശനിയുടെ അപഹാരം. കർക്കിടക സംക്രമം കൂടിയാകുമ്പോ ദോഷഫലം കൂടും. പ്രശ്നചിന്തയ്ക്ക് തോന്നിയത് ദൈവകടാക്ഷം കുറച്ചെങ്കിലും ഉള്ളതുകൊണ്ടാണെന്ന് കരുതാം.
സർവകാര്യ വിഘ്നം, രോഗദുരിതം, സന്താന ദുഃഖം, ശത്രുപീഡ. ഒരു വലിയ ആപത്തിൽ നിന്ന് സന്തതി കരകയറിയതായിട്ട് കാണുന്നു. അങ്ങനെ എന്തെങ്കിലും? പറയൂ. ഓ, ഞങ്ങളുടെ മോള് ഒരു ആക്സിഡന്റിൽ പെട്ടിരുന്നു. ഹെഡ് ഇഞ്ചുറി വരെ ഉണ്ടായി. എങ്കിലും രക്ഷപ്പെട്ടു. മകളല്ലല്ലോ. രാശിപ്രകാരം നിങ്ങൾക്ക് പുത്രയോഗമാണല്ലോ കാണുന്നത്. മകളെ കൂടാതെ ജനിക്കുന്നതിന് മുൻപ് എന്നുവെച്ചാൽ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങളുടെ ആരുടെയോ ജാതകം കുറിച്ചതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുത്രന് സമാനമായ പുത്രിയായിരിക്കണം. എന്നുവെച്ചാൽ രൂപത്തിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ആണിന്റെ ലക്ഷണം അവളിൽ കാണണം. അത് ശരിയാണ്. ഞങ്ങളുടെ മകള് ഒരു ചുണക്കുട്ടിയാണ്. ആൺകുട്ടികളെ പോലെ തന്റെ ഇടവും ഉത്സാഹവും ഉള്ളവളാണ്. ഞങ്ങൾക്ക് ഒരു മകന്റെ ധൈര്യമാണ് പലപ്പോഴും അവള് തരുന്നത്. അല്ലേ പ്രിയ? അതെ. പുത്രഭാഗ്യത്തോടൊപ്പം പുത്രീതുല്യായ അവളുടെ പരിചരണത്തിനും ഭാഗ്യമുള്ള ജാതകമാണ് രണ്ടുപേരുടെയും. അത് ചിലപ്പോ മരുമകളാകാം, മറ്റാരെങ്കിലും ആകാം. അതിപ്പോഴും അനുഭവത്തിൽ കാണാനുമുണ്ട്. ഓക്കെ, ഏട്ടന്റെ മരുമകളുടെ ഡയറക്ഷൻ അല്ലേ? എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? നീ വല്ലാതെ ക്ഷീണിച്ചു പോയോടി. ഏട്ടനും അതെ, കുറെ നാളെ കാണാതിരുന്നോണ്ട് ഏട്ടന് തോന്നുന്നതാ. വാ ഇരിക്കെ. വീട്ടിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ? അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വരാതിരുന്നത്. സാരല്ല ഏട്ടാ, ഏട്ടന്റെ പ്രയാസം എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ തുളസി നിർബന്ധിച്ചപ്പോ ഞാൻ കൂടെ വന്നത്. നന്നായി, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അമ്മയെ കൊണ്ടുവന്നതിനെ താങ്ക്സ് ഉണ്ടടി. അടയ്ക്കുരുവി. ഇനി പറ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഞാൻ പറയാം. മാമൻ ഒരു ദിവസം ദുർഗാമ്മയും ആദ്യം കൂട്ടി വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കണം. സദ്യ? അതിന് അവിടെ എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിലേ സദ്യ ഒരുക്കാവുന്നുണ്ടോ? ദുർഗാമ്മയ്ക്കൊരു വിരുന്ന് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതൊന്ന് സാധിപ്പിച്ചു താമാമ പ്ലീസ്. എന്തൊക്കെയാടി നിന്റെ ഈ മോള് പറയുന്നത്? ഇവളുടെ ഉദ്ദേശം വേറെയാ. ഏട്ടൻ അതൊന്നും കാര്യാക്കണ്ട. വീട്ടിലെ ചെറിയൊരു പൂജയുണ്ട്. അതിലേട്ടനും കുടുംബവും പങ്കെടുത്ത് ദേവി പ്രസാദം കഴിക്കണം. അതിന് ഇവള് സദ്യ എന്ന് പറയുന്നത്.